സിയ നമ്മൾ എവിടെത്തിന്ന് പറ. സിയ നമ്മൾ എവിടെത്തി പാർക്കിലെത്തിയിരിക്കുന്നു. പാർക്കിലെത്തിയിരിക്കുന്നു. പാർക്ക്. ഗൈസ്, വണ്ടി ഇതാ പാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. വണ്ടി സേഫാണ്. പിന്നെ ഇനി നമ്മൾ ഉള്ളിലേക്ക് പോവാം. ഇതാണ് പാർക്കിൻ്റെ ഉൾഭാഗം. അതിവിശാലമായിട്ടുള്ള പാർക്കാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. കുറേ മരങ്ങളും പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് വൈകിട്ട് മാത്രമേ പാർക്കിൽ വന്നിരിക്കൂ എല്ലാവരും. പകൽ സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഈത്തപ്പഴം മരങ്ങളുണ്ട്. ഒരുപാട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 10-20 ഈത്തപ്പഴ മരങ്ങളുണ്ട്. എല്ലാത്തിലും പഴങ്ങളുമുണ്ട്. ഇപ്പം ചൂട് സമയമുണ്ട്, പഴങ്ങൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. കുറേയൊക്കെ പൊഴിഞ്ഞ് തറയിൽ വീണിട്ടുണ്ട്. ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തിൽ നിറയെ കായ്കൾ. ഒരു എണ്ണിയാൽ ഒരു 10-12 കൊലയോളം ഉണ്ട്. അതിൻ്റെ മൂട്ടിൽ അതേ കണക്ക് തന്നെ പൊഴിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടും ഉണ്ട് കുറേ മരങ്ങളുണ്ട്. ഒരു 10-20 മരം തന്നെ ഈ പാർക്കിൽ ഉണ്ട്. ഇവിടെ മൂട്ടിൽ ഫുള്ള് പൊഴിഞ്ഞ് കിടപ്പുണ്ട് കുറേ ഈത്തപ്പഴം. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് നോക്കാം, കഴിച്ചു നോക്കാം. കൊള്ളാവുന്ന ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാം. ചിലതൊക്കെ ഇവിടുത്തെ പക്ഷികളൊക്കെ കുത്തിയിട്ടേക്കുന്നതാണ്. എങ്കിലും ഞാൻ നോക്കി ഒരെണ്ണം എടുക്കുകയാണ്. അപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് കഴിച്ചു നോക്കാം. പച്ചയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം നമ്മൾ കഴിച്ചു നോക്കുകയാണ്. അപ്പം ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പച്ചയാണ് സംഭവം. ഇത് പഴുക്കാനുണ്ട്, വാടിപ്പഴുത്ത് വീണതാണ്. ഞാൻ അങ്ങനെ തുപ്പിക്കളഞ്ഞ് ഒന്നും കൂടെ കഴിച്ചു നോക്കി. പക്ഷേ അത് കൊള്ളത്തില്ല. പക്ഷേ ഇതിനകത്ത് ഫുള്ള് ഈത്തപ്പഴ കൊലകളാണ്. എന്തായാലും ഞാൻ അത് കളയുകയാണ്, കൊള്ളത്തില്ലത്. അങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് സംഭവം. പിന്നെ കുറച്ച് നേരം ഞാനും കുട്ടിയായിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്കിലൊക്കെ അങ്ങോട്ട് നടന്ന്. ചൂടായതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകണം. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനും കുട്ടിയും എല്ലാവരും കൂടെ വീട്ടിൽ പോവുകയാണ്. ടാറ്റ. അപ്പം ബൈ. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.